ഓക്കെ, വെൽക്കം. നമ്മളിന്ന് കമ്പനി ബോർഡ് LGSന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് വർക്കൗട്ട് ചെയ്യുന്നത്. അതിൽ മാക്സിമം റീസണിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ 8, 12, 16 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിച്ചാൽ 3 ശിഷ്ടം വരുന്ന ഏറ്റവും ചെറിയ സംഖ്യയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 8, 12, 16 ഈ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ 3 ശിഷ്ടം വരണം. അപ്പോൾ ഈ 3 സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായിട്ടും ഹരിക്കാൻ പറ്റുന്ന ഒരു സംഖ്യ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ 3 സംഖ്യ കൊണ്ട് പൂർണ്ണമായിട്ടും ഹരിക്കാൻ പറ്റുന്ന, അതായത് ശിഷ്ടം 0 വരുന്ന രീതിയിലുള്ള ഒരു സംഖ്യ കണ്ടുപിടിക്കുന്നത് ഇതിൻ്റെ LCM ആയിരിക്കും. LCM കണ്ടുപിടിക്കുക. അപ്പോൾ അതായത് 8ൻ്റെയും 12ൻ്റെയും 16ൻ്റെയും LCM കാണാൻ എളുപ്പമാണ്. എന്താ, ഇതിലെ ഏറ്റവും വലിയ സംഖ്യ എടുക്കുക 16. 16ൻ്റെ ഓരോ മൾട്ടിപ്പിൾസ് ആയിട്ട് എടുത്തു നോക്കുക. 16ൻ്റെ ഫസ്റ്റ് മൾട്ടിപ്പിൾ 16 തന്നെയാണ്. 16 12ൻ്റെയും 8ൻ്റെയും മൾട്ടിപ്പിൾ ആണോ? അല്ല, 8ൻ്റെ മൾട്ടിപ്പിൾ ആണ്, പക്ഷേ 12ൻ്റെ മൾട്ടിപ്പിൾ അല്ല. അതുകൊണ്ട് 16 എടുക്കാൻ പറ്റില്ല. അടുത്തത് 32 ആണ് അടുത്ത മൾട്ടിപ്പിൾ 16ൻ്റെ. 32 എടുത്ത് നോക്കുക. 32 12ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരില്ല, 8ൻ്റെ മൾട്ടിപ്പിൾ, അപ്പോൾ അതും എടുക്കാൻ പറ്റില്ല. അടുത്തത് 16ൻ്റെ അടുത്ത മൾട്ടിപ്പിൾ എടുക്കുക 48. 48 12ൻ്റെയും മൾട്ടിപ്പിൾ ആണ്, 8ൻ്റെയും മൾട്ടിപ്പിൾ ആണ്. അപ്പം 48 ആയിരിക്കും നമ്മളുടെ LCM. അപ്പോൾ ഈ 48 എന്ന് പറയുന്ന സംഖ്യയെ നമുക്ക് ഈ 8ഉം 12ഉം 16ഉം കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 0 വരുമെന്നാണ് ഈ LCMൻ്റെ മീനിങ്. ഓക്കെ, അപ്പോൾ 48 എന്ന് പറയുന്ന സംഖ്യയെ 8 കൊണ്ടും 12 കൊണ്ടും 16 കൊണ്ടും ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 0 ആയിരിക്കും. അങ്ങനെയാണ് നമുക്ക് വേണ്ട എത്ര? 3 ആണ് റിമൈൻഡർ, ശിഷ്ടം വേണ്ട. അപ്പം ആ റിമൈൻഡർ ഇതിൻ്റെ കൂടെ അങ്ങ് ആഡ് ചെയ്താൽ മതി. 48 + 3 51 ആയിരിക്കും നമ്മളുടെ കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 2 1/2 + 3 1/4 - 4 1/5. ഇത് മിക്സഡ് ഫ്രാക്ഷൻ ആണ്, അഥവാ മിശ്ര ഭിന്നസംഖ്യ. ഇത് നമ്മൾ എങ്ങനെയാണ് പ്രോപ്പർ ഫ്രാക്ഷൻ ആക്കിയിട്ടാണ് ചെയ്യുന്നത്. അതല്ലാതെ ഒരു എളുപ്പ വഴിയുണ്ട്. ആദ്യമേ ഞാൻ നോർമൽ മെത്തേഡ് പറഞ്ഞിട്ട് ഒരു എളുപ്പ വഴി പറഞ്ഞുതരാം. അപ്പോൾ ഇതിനെ കൺവേർട്ട് ചെയ്യണമെങ്കിൽ ആദ്യം 2 കൂടെ ഗുണിക്കും. എത്ര? 4. 4ൻ്റെ കൂടെ 1 കൂട്ടും, 5. അപ്പോൾ 5/2 പ്ലസ്, ഇനി ഇവിടെ 3 4ടെ ഗുണിക്കും 12. 12ൻ്റെ കൂടെ 1 കൂട്ടും 13. 13/4 മൈനസ്, ഇവിടെ 5 4ടെ ഗുണിക്കും 20. 20ൻ്റെ കൂടെ 1 കൂട്ടും 21/5. അപ്പോൾ എല്ലാത്തിനെയും കൺവേർട്ട് ചെയ്തു. ഇനി നമുക്ക് പെട്ടെന്ന് ചെയ്യാനുള്ള, നമുക്ക് ഓരോന്നും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ചെയ്യാം. അതിലും ബെറ്റർ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ബേസ് മുമ്പേ നമ്മൾ പറഞ്ഞ പോലെ ഇതിൻ്റെ LCM ആക്കുക. 5ൻ്റെയും 4ൻ്റെയും 2ൻ്റെയും LCM എത്രയാണ്? 20 ആണ്. അവിടെ നമ്മൾ മുമ്പേ ചെയ്ത അതേ മെത്തേഡ് ചെയ്താൽ മതി. 5ൻ്റെ ഓരോ മൾട്ടിപ്പിൾ എടുത്ത് നോക്കുക. 5 10 10 എടുക്കുമ്പോൾ ഇതിൻ്റെ 2 മൾട്ടിപ്പിൾ ആയിട്ട് വരില്ല. 15 എടുത്താൽ ഇതിൻ്റെ 2 വരില്ല. 20 എടുക്കുമ്പോൾ ഇതിൻ്റെ 2ൻ്റെ ആയിട്ട് വരും. അപ്പോൾ 20 ഞാൻ എല്ലാവർക്കും കോമൺ ആയിട്ട് ബേസ് ആക്കിയെന്ന് വരും. അതായത് ഇവിടെ 2ന് പകരം ഞാൻ 20 ആക്കി. 2ന് പകരം 20 ആക്കണം. ഞാൻ എത്ര കൊണ്ടായിരിക്കും ഗുണിച്ചത്? 10 കൊണ്ടാണ്. അപ്പോൾ മുകളിലും 10 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 50 വരും. പ്ലസ് ഇവിടെ 4 ആയിരുന്ന ബേസിനെ ഞാൻ 20 ആക്കി വെച്ചിരിക്കുക. 4നെ 20 ആക്കണേ 5 കൊണ്ടല്ലേ ഗുണിക്കുന്നത്. അപ്പം മുകളിലെ 13നെ 5 കൊണ്ട് ഗുണിക്കണം. 13 × 5 65. ഇനി മൈനസ്, ഇവിടെ 5നെ 20 ആക്കി വെച്ചിരിക്കുകയല്ലേ, 5നെ 20 ആക്കണം, 4 കൊണ്ട് ഗുണിക്കണം. അപ്പം മുകളിൽ 4 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 21 × 4 84. ഇനി നമുക്ക് ഇതൊന്ന് ചെയ്യാം. 50 65 കൂടെ കൂട്ടിയാൽ എത്രയാണ്? 50 65 കൂടെ കൂട്ടിയാൽ 6 5 11. അപ്പോൾ 115 വരും. അപ്പോൾ 115ൽ നിന്നും 84 കുറയ്ക്കുന്നു, ഡിവൈഡ് ബൈ 20. ഇത് ചെയ്യുന്നതായിരിക്കും ആൻസർ. അപ്പോൾ 115ൽ നിന്ന് 84 കുറയ്ക്കാനുള്ള എളുപ്പവഴി എന്താ? തിരിച്ച് 84ൽ നിന്ന് 115 വരെ എത്താൻ എത്ര കൂട്ടണമെന്ന് നോക്കിയാൽ മതി. 84 16 കൂട്ടിയാൽ 100 അല്ലേ? പിന്നെ ഒരു 16 പിന്നെ ഒരു 15 കൂടെ കൂട്ടിയാൽ പോരെ. അപ്പോൾ 16 ആദ്യം കൂട്ടി, പിന്നീട് 15 കൂട്ടി, ഇപ്പോൾ ടോട്ടൽ 31 കൂട്ടി, 31/20. അപ്പം പക്ഷേ ഓപ്ഷനിലെല്ലാം മിക്സഡ് ഫ്രാക്ഷൻ. അപ്പം നമുക്ക് ഇതിനെ മിക്സഡ് ആക്കണം. അപ്പോൾ 31നെ സാധാരണ രീതി ചെയ്യുന്നത് വെച്ചാൽ 31നെ നമ്മളിങ്ങനെ 20 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 20 ശിഷ്ടം 11 വരും. ഇപ്പോൾ 111/20. ഇതാണ് ആൻസർ. അപ്പോൾ ഇതിവിടെ വരെ നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാം. അതായത് 20 കൊണ്ട് 31നെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം അടങ്ങും, ശിഷ്ടം 11 വരും. അത് മോളി ചെയ്തിട്ട് ഇതിങ്ങനെ കൊടുത്താലും മതി. ഇങ്ങനെ ചെയ്യാം. ഇനി ഞാനൊരു എളുപ്പ വഴി പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു മെത്തേഡിലാകുമ്പോൾ നമുക്ക് ഇത്രയും സ്റ്റെപ്പ് വരും. ഇനി ഒരു എളുപ്പ വഴി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ആദ്യം നിങ്ങൾ ഈ ഹോൾ നമ്പേഴ്സ് നോക്കുക. ഇവിടുത്തെ 2ൻ്റെ കൂടെ 3 കൂട്ടാനല്ലേ 5, 5ൻ്റെ കൂടെ 4 കുറയ്ക്കുക 1. അതങ്ങ് സെപ്പറേറ്റ് എഴുതുക. ബാക്കിയുള്ളവരെ 1/2ഉം 1/4ഉം
മൈനസ് 1/5 മാറ്റി എഴുതുക. ഇത് നെക്സ്റ്റ് ഒരു നമ്പറാണ്, അത് നമുക്ക് അതിൻ്റെ സൈൻ എന്ത് വരുമെന്ന് നോക്കിയിട്ട് ഇങ്ങോട്ട് എഴുതാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞ അതേ മെത്തേഡ് എല്ലാത്തിൻ്റെയും ബേസ് ഞാൻ 20 ആക്കുന്നു. ഇപ്പോൾ 20 ആക്കണം, ഇവിടെ 10 കൊണ്ടല്ലേ ഗുണിക്കുന്നത്, 10 പ്ലസ് ഇവിടെ 5 കൊണ്ടല്ലേ ഗുണിക്കുന്നത്, 5 മൈനസ് ഇവിടെ 4 കൊണ്ടല്ലേ, 15 4 എത്ര 11. അപ്പോൾ 11/20 ഒറ്റ സ്റ്റെപ്പിൽ ആൻസർ കിട്ടിയുണ്ടോ? അപ്പോൾ ഇങ്ങനെ ചെയ്യാം. പക്ഷേ ഇവിടെ നമ്മൾ ഇങ്ങനെ എടുത്ത് ആഡ് ചെയ്യുമ്പോഴൊക്കെ ഇവിടെ ചിലപ്പോൾ സബ്ട്രാക്ട് ചെയ്യാനൊക്കെ വരുമ്പോൾ ഇവിടെയൊക്കെ മൈനസ് വന്നാൽ ഡൗട്ട് വരും. അപ്പോൾ അത് ക്ലിയർ ആക്കാൻ വേണ്ടിയാണ് ആദ്യം ബേസിക് സ്റ്റെപ്പ് ഒന്ന് പഠിക്കുക, എന്നിട്ട് ഈ എളുപ്പ വഴിയിലോട്ട് നോക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. 2√2 പ്ലസ് 3√2 മൈനസ് √8 ആണ്. അപ്പോൾ ഒരിക്കലും നമുക്ക് √8നെ √2 ആയിട്ടുള്ള നമ്പറുകൾ ആഡ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്കറിയാം ലൈക്ക് നമ്പേഴ്സ് മാത്രമേ ആഡ് ചെയ്യാൻ സബ്ട്രാക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ √8നെ നമുക്ക് √2ൻ്റെ ഫോർമാറ്റിൽ എഴുതാൻ പറ്റും. എങ്ങനെയാണ്? അതായത് 8നെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 2 കൊണ്ട് ചെയ്താൽ 4 2 8, വീണ്ടും 2 ചെയ്താൽ 2 2 4. അതായത് ഈ √8ന് പകരം 2 ഗുണം 2 ഗുണം 2 എന്ന് എഴുതിക്കൂടെ? അപ്പോൾ ഈ √8ന് പകരം 2 ഗുണം 2 ഗുണം 2 എന്ന് എഴുതാമെന്ന്. ഇതിൽ 2 ഗുണം 2 4 അല്ലേ? ആ 4ൻ്റെ മാത്രം സെപ്പറേറ്റ് റൂട്ട് എടുക്കാമല്ലോ. 4ൻ്റെ സെപ്പറേറ്റ് റൂട്ട് എടുത്താൽ അത് പുറത്ത് വരും 2. ഈ ഒരു 2 അവിടെ വെറുതെ കിടക്കും, അത് റൂട്ടിനകത്ത് എഴുതാൻ പറ്റും. അപ്പോൾ 2√2 തന്നെ √8ന് നമുക്ക് 2√2 എന്ന് എഴുതാം. അപ്പോൾ ഞാൻ ഇവിടെ 2√2 എന്ന് എഴുതുവാണ്. അപ്പോൾ 2√2 3√2 കൂടെ ആഡ് ചെയ്താൽ 5√2 വരും. അതിൻ്റെ നിന്ന് 2√2 കുറയ്ക്കണം. 5√2ൽ നിന്ന് 2√2 കുറച്ചാൽ നമുക്ക് ആൻസർ 3√2 ആയിരിക്കും. അപ്പോൾ ഓപ്ഷൻ ബി 3√2 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഒരു ക്ലാസ്സിലെ 25 കുട്ടികളുടെ ശരാശരി വയസ്സ് 13. ടീച്ചറുടെ വയസ്സ് കൂടി ചേർത്തപ്പോൾ ശരാശരി 14 വയസ്സായി എങ്കിൽ ടീച്ചറുടെ വയസ്സ് എത്ര? അപ്പം നമുക്കറിയാം ശരാശരി അഥവാ ആവറേജ് കാണുന്നത് ടോട്ടൽ സമ്മ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഡേറ്റ ഇങ്ങനെയാണ് ആണല്ലോ. അപ്പോൾ ഇതിൽ നമുക്ക് 25 കുട്ടികളെ ശരാശരി തന്നിട്ടുണ്ട് 13. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ആവറേജ് തന്നിട്ടുണ്ട് 13 ആണ്. നമ്പർ ഓഫ് പീപ്പിൾസ് തന്നിട്ടുണ്ട് 25 പേരുടെ. അപ്പോൾ ഇവിടുത്തെ സമ്മ് ആണ് ഇല്ലാത്തത്. അപ്പോൾ സമ്മ് കാണാൻ എന്താ ചെയ്താൽ മതി? അപ്പം 13 25 കൂടെ ഗുണിച്ചാൽ മതി. ഇപ്പോൾ സം ഈസ് ഈക്വൽ ടു അഥവാ ആകെ തുക എന്ന് പറയുന്നത് 25 ഗുണം 13 ആയിരിക്കും. 25 ഗുണം 13 ഞാൻ ഈ സ്റ്റെപ്പിൽ തന്നെ ചെയ്യാൻ എളുപ്പം പറഞ്ഞു തരാം. 13നെ സ്പ്ലിറ്റ് ചെയ്യുക 10 + 3 ആയിട്ട്. അപ്പോൾ 25നെ ആദ്യമേ 10 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ എത്ര കിട്ടും? 250 പ്ലസ് 25നെ 3 കൊണ്ട് ഗുണിക്കണം 75. അപ്പോൾ 250 75 കൂടെ കൂട്ടിയ എത്ര ആയിരിക്കും? 250 50 കൂടെ കൂട്ടിയാൽ 300. അപ്പോൾ 325 ആയിരിക്കും. ഇത് നിങ്ങൾക്ക് മാറ്റി എഴുതി ഗുണിച്ച് നോക്കാം. ഞാൻ ഇവിടെ തന്നെ ചെയ്യാനുള്ളൊരു വഴിയാണ് പറഞ്ഞത്. ഇനി ടീച്ചറുടെ വയസ്സോടെ ചേർത്തപ്പോൾ 14 വയസ്സായില്ലേ, 14 ആയില്ലേ ആവറേജ്. അപ്പോൾ പുതിയ ആവറേജ് 14. അപ്പോൾ അപ്പോഴത്തെ സമ്മ് നമുക്ക് കാണണം. അപ്പോൾ എത്ര പേരുണ്ട്? 25 പേരാണോ? അല്ല 26 പേരാണ്. അപ്പോൾ സമ്മ് എങ്ങനെ കാണാം? 26 ഗുണം 14. ഞാൻ ദാ ഇവിടെ പറഞ്ഞ സ്റ്റെപ്പ് ഇവിടെ ഒന്ന് പറഞ്ഞേ. 26 ഗുണം 10 + 4 എന്ന് എഴുതാം. അപ്പോൾ 26നെ 10 കൊണ്ട് ഗുണിച്ചാൽ 260 പ്ലസ് 26നെ 4 കൊണ്ട് ഗുണിച്ചാൽ എത്ര? 20. അവിടെയും സ്പ്ലിറ്റ് ചെയ്യണം. 20നെ ആദ്യം 4 കൊണ്ട് ഗുണിക്കണം 80, പിന്നെ 6നെ 4 കൊണ്ട് ഗുണിക്കണം 24. അപ്പോൾ 80 27 കൂട്ടിയാൽ 104 ആയിരിക്കും. സോ 260 104 കൂട്ടിയാൽ 364. ഓക്കെ, അപ്പോൾ 364ൽ നിന്ന് 325 കുറയ്ക്കുന്നതായിരിക്കും നമ്മളുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ 364ൽ നിന്ന് 325 കുറയ്ക്കണം. ഞാൻ മുമ്പേ പറഞ്ഞ സ്റ്റെപ്പ് കുറയ്ക്കുന്നതിനേക്കാൾ എളുപ്പം എന്താ? തിരിച്ച് ആഡ് ചെയ്യുന്നത്. അപ്പോൾ 325ൻ്റെ കൂടെ ഒരു 35 കൂടെ ആഡ് ചെയ്തേ. 35 ആഡ് ചെയ്തായിട്ട് 360 വരാം. പിന്നെ 35 പിന്നെ ഒരു എക്സ്ട്രാ 4 ആണ്. 35 4 39 ആയിരിക്കും നമ്മളുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അതിൽ അടുത്ത പദം ഏതെന്നാണ്? അത് നെക്സ്റ്റ് ടൈം കാണാം. അപ്പോൾ നമുക്ക് ആ സീക്വൻസ് ഒന്ന് എടുത്ത് എഴുതാം. 3 7 15 31 ഡാഷ് എന്നാണ്. അപ്പോൾ നമുക്ക് ഈ സംഖ്യകൾ ഇങ്ങനെ കൂടി പോയിരിക്കും. അപ്പോൾ ഇവരുടെ വ്യത്യാസം നോക്കാം. 3 7 ആവണേ 4 അല്ലേ കൂടിയിരിക്കുന്നത്. പിന്നെ 7 15 ആവണേ 8 ആണ് കൂടിയിരിക്കുന്നത്. 15 31 ആവണമെങ്കിൽ 16 ആണ് കൂടിയിരിക്കുന്നത്. അപ്പോൾ ഇതിലൊരു സീക്വൻസ് നോക്കാം. 4 8 16. അങ്ങനെയാണെങ്കിൽ അടുത്ത എത്ര ആയിരിക്കണം വരേണ്ടത്? ഇത് ഓരോ ഡബിളായി പോവല്ലേ. 16 ഡബിൾ 32. അപ്പോൾ 32 എന്ത് ചെയ്യണം? 31ൻ്റെ കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ 63 ആയിരിക്കും നമ്മുടെ ആൻസർ. സിമ്പിളായിട്ട് നമുക്ക് കിട്ടിയ 63. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ.
16 + 8 ഡിവൈഡ് ബൈ 2 ഗുണം 6 മൈനസ് 20 എന്നാണ്. അതായത് ബോർഡ് മാത്സ് ആണ്. അപ്പം ഞാൻ ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ എടുത്ത് എഴുതുകയാണ്. ഇൻറ്റു 6 മൈനസ് 20. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ എന്താ ആദ്യം നമ്മൾ ബോർഡ് മാത്സിൻ്റെ റൂൾ ഞാൻ ഇവിടെ നിന്ന് എഴുതാം. ബോർഡ് മാത്സ് എന്താ ഉദ്ദേശിക്കുന്നത്? ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. ഇപ്പോൾ ഡിവിഷൻ ആണ്. ഇപ്പോൾ ഒന്നുകൂടി കൂടുതൽ ബ്രാക്കറ്റ് ഒന്നും ഇല്ല. അപ്പോൾ ഡിവിഷൻ ആദ്യം ചെയ്യണം. ബാക്കിയുള്ളതൊക്കെ അതേപോലെ എഴുതാം. 16 + 8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 4 ഗുണം 6 മൈനസ് 20. ഇനി അടുത്ത ചെയ്യേണ്ട മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ 6 4 ഗുണിക്കുന്നു. അപ്പോൾ ഈ ഓപ്പറേഷനാണ് അടുത്തത്. 6 4 ഗുണിച്ചാൽ 24. അതിൻ്റെ കൂടെ 16 കൂട്ടണം, ദെൻ 20 കുറയ്ക്കണം. അപ്പോൾ ആദ്യം അഡീഷൻ ചെയ്യുക. 24 6 30 40 ആയിരിക്കും. 40 നിന്ന് 20 കുറച്ചാൽ എത്ര ആൻസർ? 20 ആയിരിക്കും നമുക്ക് ആൻസർ കിട്ടുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ക്ലോക്കിലെ സമയം 3 മണി 20 മിനിറ്റ് ആണെങ്കിൽ സൂചികൾ തമ്മിലുള്ള ഡിഗ്രി അളവ്. ഓക്കെ, ആദ്യമേ ഞാൻ ചുമ്മാ ഒരു ക്ലോക്ക് ഇങ്ങനെ ഒന്ന് വരച്ച് കാണിക്കാം. അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് നമ്മൾ ഇവിടുത്തെ നമ്പർ സമയം നോക്കും. അപ്പോൾ ഒന്ന് നോക്കിയത് ഇങ്ങനെയാണ് ഇരിക്കുന്നതൊക്കെ നമുക്ക് ഇതറിയാം. 90 ഡിഗ്രി ആയിരിക്കത്തില്ലേ? ഇങ്ങനെ മൊത്തം ഇങ്ങനെ ഒരു വരയാണെങ്കിൽ 180 ഡിഗ്രി വരും. ഇത് അറിയാമല്ലോ നിങ്ങൾക്ക്. അപ്പോൾ ഇനി ഞാൻ 3 മണി എന്നുള്ളത് 3 മണി എന്നുള്ളത് ഒന്ന് വരച്ച് കാണിക്കാം. ഒരു ക്ലോക്ക് ഞാൻ വരയ്ക്കുന്നു. അപ്പോൾ 12 ആണിതല്ലേ? 1 2 3 4 5 6 കറക്റ്റ് ഇങ്ങനെയല്ലേ പോകുന്നത്. അപ്പോൾ 3 മണി 20 മിനിറ്റ് ആകുമ്പോൾ ഇപ്പം നടുക്ക് ഇങ്ങനെ വരച്ചാൽ മണിക്കൂർ സൂചി ഇവിടെയും മിനിറ്റ് സൂചി ഇവിടെ ആയിരിക്കും. അപ്പം ഞാൻ പറഞ്ഞതാണ്ട് ഇവർ തമ്മിലുള്ള ഇടയ്ക്ക് ഞാൻ പറഞ്ഞു ഇത് ഇവിടെ ഇപ്പോൾ 1 12 ഇത് 1 2 3. അപ്പോൾ ഇവിടുന്ന് ഇവിടം വരെ 90 ഡിഗ്രി അല്ലേ? അപ്പോൾ ഈ ഓരോ ഇവിടെ ഇടയ്ക്ക് എത്ര ഡിഗ്രിയാണ്? 30 30 30 എന്നായിരിക്കും. 30 30 30 കൂട്ടുമ്പോൾ ഇവിടെ 90. അതായത് 3 നമുക്കിങ്ങനെ ഡിവൈഡ് ചെയ്തുകൂടെ? അപ്പോൾ ഓരോ ഈ 3 4 അതായത് ഓരോ സംഖ്യകൾ തമ്മിലുള്ള കോണളവ്, അതിൻ്റെ ഇടയ്ക്കുള്ള കോണളവ് ഇത് 30 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും 30 ഡിഗ്രിയാണ് ആൻസർ. എന്നാൽ 30 ആണോ ആൻസർ? അല്ല. 3 20 ആകുമ്പോൾ ഈ കറക്റ്റ് മണിക്കൂർ സൂചി 3ൻ്റെ അടുത്ത് തന്നെ ആണോ? അല്ല. 3ൽ നിന്ന് കുറച്ചിങ്ങോട്ട് മാറത്തില്ലേ? കുറച്ചിങ്ങോട്ട് മാറും അല്ലേ? അപ്പോൾ ആ കുറച്ച് മാറുന്നത് എത്രയാണെന്ന് നോക്കാം. നിങ്ങൾക്ക് ഇത് ഇക്വേഷൻ വെച്ച് ചെയ്യാം. ഞാൻ ലോജിക്കലി പറഞ്ഞു തരികയാണ്. അപ്പോൾ ഞാൻ പറയുകയാണ്, 1 മണിക്കൂർ കൊണ്ട് ഈ മണിക്കൂർ സൂചി ഇപ്പോൾ 1 മണിക്കൂർ തിരിയണമെങ്കിൽ, അതായത് ഇപ്പോൾ 12 നിന്ന് 1 മണി ആവണമെങ്കിൽ 12 നിന്ന് 1 വരെ പോകുമല്ലോ. അതായത് 1 മണിക്കൂർ എന്ന് വെച്ചാൽ 60 മിനിറ്റ് കൊണ്ട് അതപ്പോൾ എത്ര ഡിഗ്രി ആയിരിക്കും കവർ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു ഓരോന്നും 30 ഡിഗ്രിയാണ്. 30 ഡിഗ്രി കവർ ചെയ്യും. നമുക്കപ്പോൾ 40 മിനിറ്റ് കൊണ്ട് 20 മിനിറ്റ് കൊണ്ടുള്ളതാണ്. 20 ആക്കണമെങ്കിൽ ഞാൻ 60നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാമെന്ന് കരുതുക. ഇവിടെ എങ്കിൽ ഞാൻ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാമെന്ന് കരുതുക. 60നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്ര? 20 മിനിറ്റ് ആവും. ഇവിടെ 20 മിനിറ്റ് കൊണ്ട് അപ്പോൾ എത്ര ഡിഗ്രിയാണ്? 10 ഡിഗ്രിയാണ് പോകുന്നത്. അപ്പോൾ 3 മണി 20 മിനിറ്റ്. 3 മണി 20 മിനിറ്റ്. ഇവിടെ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 20 മിനിറ്റ് പോകുമ്പോൾ, അതായത് ഈ എന്താ പറഞ്ഞത്, ഓരോ മണിക്കൂറിലുമാണ് മണിക്കൂർ സൂചി എത്ര ഡിഗ്രി പോകുന്നത്? 30 ഡിഗ്രി പോകുന്നത്. അപ്പോൾ 20 മിനിറ്റ് ആകുമ്പോൾ എത്ര? 10 ഡിഗ്രി ആയിരിക്കും. ഇപ്പോൾ മണിക്കൂർ സൂചി ഇവിടെ നിന്ന് ഇങ്ങോട്ട് 10 ഡിഗ്രി മാറിയിരിക്കുമായിരിക്കും. അപ്പോൾ ഓൾറെഡി നമ്മൾ ഇതിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ 30 ഡിഗ്രി എന്ന് കണ്ടുപിടിച്ചു. എന്നാൽ 30 ആണോ? അല്ല. അതിൽ നിന്ന് എന്തുകൂടെ കുറയ്ക്കണം? ഈ 10 ഡിഗ്രിയൂടെ കുറയ്ക്കണം. 30ൽ നിന്ന് 10 കുറച്ചാൽ 20 ഡിഗ്രി ആയിരിക്കും നമ്മുടെ ആൻസർ. അപ്പോൾ ഓക്കെ, അടുത്ത 5 raised to x minus 1 into 5 cube into 5 square is equal to 3125 എന്നാണ് തന്നിരിക്കുന്നത്. ഇതിലൊരു കാര്യം പറയേണ്ടത്, a raised to m into a raised to n എന്താണെന്ന് അറിയണം. അത് a raised to m into a raised to n എന്താ? അതായത് രണ്ടും ഒരേ സംഖ്യകൾ, നമുക്ക് വേറെ വേറെ പവറാണ് തന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് പെട്ടെന്ന് എങ്ങനെ ചെയ്യാം? a raised to m plus n ചെയ്താൽ മതി. ഒരു കാര്യം ഇത് അറിയണം. പിന്നീട് 5ൻ്റെ എത്രാമത്തെ പവറാണെന്ന് നോക്കാം. നമുക്ക് 5ൻ്റെ ഓരോ പവറുകൾ എഴുതാം. 5 raised to 1 എന്ന് പറഞ്ഞാൽ എത്ര? 5 തന്നെയാണ്.
5^2 അഥവാ 5ന്റെ സ്ക്വയർ എത്ര? 25 5 ക്യൂബ് അതായത് 5^3 എത്ര? 25നെ 5 കൊണ്ട് ഗുണിക്കണം, എത്ര കിട്ടും? 125 കിട്ടും. ഇനി 5^4 125നെ 5 കൊണ്ട് ഗുണിച്ചാൽ 625 ആയിരിക്കും. എങ്കിൽ 5^5 എത്ര വരും? 625നെ 5 കൊണ്ട് ഗുണിക്കണം, അതാണ് 3125 വരുന്നത്. അപ്പോൾ 5^5 ആണ് 3125. അപ്പോൾ ഈ സ്റ്റെപ്പിൽ ഞാൻ a/m × a/n വെച്ച് സിംപ്ലിഫൈ ചെയ്യാൻ പോവാം. അപ്പോൾ 5 ക്യൂബ് × 5 സ്ക്വയർ എന്താവും? 5^5 എന്നാവും. ഇൻറ്റു ഇവിടുത്തെ നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, അപ്പോൾ ഞാൻ അതിനെ ഇപ്പോഴത്തേക്ക് 5^x - 1 എന്ന് അതേപോലെ എഴുതിയേക്കുക. ഈസ് ഈക്വൽ ടു ഇവിടെ എത്ര എന്ന് കിട്ടി? 3125നെ പരാൻ നമുക്ക് 5^5 എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ 5ഉം x - 1 കൂടെ ആഡ് ചെയ്യണം. 5 x - 1 കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നത്? അതായത് ഞാൻ ഇങ്ങോട്ടൊന്ന് മാറ്റി എഴുതി കാണിച്ചു തരാം. അത് മാത്രം 5ൻ്റെ കൂടെ എന്താ കൂട്ടേണ്ടത്? 5 + x - 1. അപ്പോൾ 5ൽ നിന്ന് 1 കുറച്ചാൽ 4 + x എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പോൾ 5^4 + x ഈസ് ഈക്വൽ ടു 5^5 എന്നായി. ഇപ്പോൾ ഇവർ രണ്ടുപേരും ഈക്വൽ ആണെങ്കിൽ ഇവരുടെ പവറുകൾ ഈക്വൽ ആയാലേ പറ്റത്തുള്ളൂ, എന്നാലേ ഇവർ തമ്മിൽ ഈക്വൽ ആവത്തുള്ളൂ. അപ്പോൾ 4 + x-നെ നമുക്ക് എന്തെന്ന് എഴുതാം? 4 + x ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? 5 എന്ന് എഴുതാം. അപ്പോൾ 4ൻ്റെ കൂടെ x എന്ന് പറയുന്നത് എത്ര കൂട്ടിയാലാണ് 5 വരുന്നത്? x അപ്പോൾ എത്ര ആയിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 60 ആളുകൾ 10 ദിവസം കൊണ്ട് തീർക്കുന്ന ജോലി 6 ദിവസം കൊണ്ട് തീർക്കാൻ എത്ര ആളുകൾ അധികം വേണ്ടി വരും? അപ്പോൾ പറയാം 60 ആളുകളുണ്ട്, 60 പീപ്പിൾ. അപ്പം ഞാൻ പറയാം ഓരോരുത്തർക്കും ഓരോ ദിവസം ഓരോ ജോലി ചെയ്യുമെന്നായിരുന്നു. അതായത് അതിനെ എഫിഷ്യൻസി എന്നാണ് നമ്മൾ പറയുന്നത്. എന്താ എഫിഷ്യൻസി? അപ്പോൾ ഓരോരുത്തരും ഒരു ദിവസം ഒരു ജോലിയാണ് ചെയ്യുന്നത്. എങ്കിൽ 60 പേരും കൂടെ, അപ്പോൾ ഒരാളുടെ എഫിഷ്യൻസി 1. അപ്പോൾ ടോട്ടൽ എഫിഷ്യൻസി എത്ര കിട്ടും? ടോട്ടൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 60 പേരുടെ അപ്പോൾ എത്ര ജോലി ചെയ്യും? ഇവിടെ 60 ജോലി ചെയ്യത്തില്ലേ ഒരു ദിവസം? ആണല്ലോ. ഇനി ഇത് ഒരു ദിവസത്തെയാണ്. ഇനി ഇതിൻ്റെ ടോട്ടൽ, അതായത് ഇതിൻ്റെ 10 ദിവസമാണ് ഇവർ ചെയ്യുന്നത്. ഇവർ ഒരു ദിവസമാണല്ലോ ചെയ്യുന്നത്, 10 ദിവസം. അപ്പോൾ 60 × 10 600 ആയിരിക്കും മൊത്തത്തിലുള്ള ജോലി. അത്രയും വരെ കിട്ടി, 600 മൊത്തത്തിലുള്ള ജോലി. ഇനി നമുക്ക് ഈ 600 ജോലി തീർക്കണം. എത്ര ദിവസം കൊണ്ട്? 6 ദിവസം കൊണ്ട് തീർക്കണം. അപ്പോൾ 600 എന്ന് പറയുന്ന ജോലി 6 ദിവസം കൊണ്ട് തീർക്കണമെങ്കിൽ 600 ÷ 6 ആയിരിക്കും. ഓരോ ദിവസവും ചെയ്യുന്ന ജോലി 100 വീതമായിരിക്കും. മനസ്സിലായോ? ടോട്ടൽ 600 ജോലി ചെയ്യണം. അത് 6 ദിവസം കൊണ്ട് നമുക്ക് ചെയ്യിപ്പിക്കണം. അപ്പോൾ ഒരു ദിവസം ചെയ്യുന്ന ജോലി 100 ആയിരിക്കുമല്ലോ. 100 100 100 അങ്ങനെ 6 ദിവസം ചേരുമ്പോഴല്ലേ 600 ആവുന്നത്. അപ്പോൾ ഒരു ദിവസം 100 ജോലി ചെയ്യണേ. നമുക്കറിയാം ഒരാളുടെ എഫിഷ്യൻസി 1, അതായത് ഒരാൾ ഒരു ദിവസം ഒരു ജോലിയെ ചെയ്യും. എങ്കിൽ ഒരു ദിവസം 100 ജോലി ചെയ്യണേ എത്ര പേര് വേണം? 100 പേര് വേണമല്ലോ, എന്നാലേ 100 ജോലി ചെയ്യാൻ പറ്റും ഒരു ദിവസം. അപ്പോൾ ഓൾറെഡി നമുക്ക് 60 ആൾക്കാരുണ്ട്. അപ്പോൾ ഇനി എത്ര ആളും കൂടെ വേണം? 40 ആളും കൂടെ മതി. സിമ്പിൾ ആണല്ലോ, ലോജിക്കലിയാണ് നമ്മൾ കണക്ട് ചെയ്തത് അല്ലേ. ഇനി ഒരു കച്ചവടക്കാരൻ 110 രൂപയ്ക്ക് വാങ്ങിയ ഒരു പുസ്തകം 132 രൂപയ്ക്ക് വിറ്റാൽ ലാഭം എത്ര ശതമാനം? അപ്പോൾ 110 രൂപയ്ക്കാണ് വാങ്ങുന്നത്. അതിന് നമ്മൾ കോസ്റ്റ് പ്രൈസ് എന്ന് അഥവാ വാങ്ങിയ വില എന്ന് പറയും. ഇനി അത് സെല്ല് ചെയ്യാൻ പോവാ, സെല്ലിംഗ് പ്രൈസ് അഥവാ വിറ്റ വില എന്ന് പറയും, 132. അപ്പോൾ 110 രൂപയുടെ സാധനം 132 വിൽക്കുകയെങ്കിൽ ലാഭം എത്ര? 132ൽ നിന്ന് ഇത് കുറയ്ക്കുന്നതായിരിക്കും. 132ൽ 110 കുറച്ചാൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 22 രൂപയായിരിക്കും കിട്ടുന്നത്. നമുക്ക് കണ്ടുപിടിക്കാൻ എന്താ? ലാഭ ശതമാനം, അതായത് പ്രോഫിറ്റ് പെർസെൻറ്റേജ് കാണാൻ ഡയറക്റ്റ് ഒരു ഇക്വേഷൻ ഉണ്ട്. ഞാൻ അത് ലോജിക്കലി പറഞ്ഞിട്ട് ഇക്വേഷൻ പറഞ്ഞുതരാം. അതായത് ഞാൻ 110 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങി, ആ സാധനം 22 രൂപ ലാഭത്തിന് വിറ്റു. എങ്കിൽ എന്ന് പറഞ്ഞാൽ ഇൻറ്റു 100ൽ എത്ര? അപ്പോൾ ഇതൊരു ഫ്രാക്ഷൻ ആയിരിക്കും. അതായത് 110 രൂപയുടെ സാധനം 22 രൂപ ലാഭത്തിന് വിറ്റു എങ്കിൽ 100 രൂപയ്ക്കാണെങ്കിൽ എത്ര? അതാണ് പ്രോഫിറ്റ് പെർസെൻറ്റേജ്. ഇക്വേഷനായിട്ട് പറഞ്ഞാൽ പ്രോഫിറ്റ് / കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. ഇതാണ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണ് ഇക്വേഷൻ. ഓരോ 0 ഞാൻ ക്യാൻസൽ ചെയ്തു. 11നെ 22 കൊണ്ട് ക്യാൻസൽ ചെയ്ത് 2 വരും. 2 × 10 20. അപ്പോൾ 20% ആയിരിക്കും നമ്മുടെ ആൻസർ.